നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പോലീസ് സ്ഥലമാറ്റത്തിൽ ക്രമക്കേടെന്ന ആരോപണം. CPM അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിലനിർത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ. കസ്റ്റഡിയിലെടുത്ത SFI പ്രവർത്തകരെ വഴിയിലിറക്കിവിട്ട് രക്ഷപ്പെടുത്തിയ തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് തലസ്ഥാനത്ത് തുടരാൻ അനുമതി നൽകിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. തിരുവനന്തപുരം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായിരുന്ന V. സന്തോഷ് കുമാറിനെ ജനുവരി 19-ാം തീയതിയാണ് ശാസ്താംകോട്ടയിലേക്ക് സ്ഥലം മാറ്റുന്നത്. ശാസ്താംകോട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിട്ടും സന്തോഷ് കുമാർ അവിടെ ജോയിൻ ചെയ്തില്ല. പക്ഷേ സമാനമായ സാഹചര്യത്തിൽ സ്ഥലം മാറ്റം കിട്ടിയ മറ്റുദ്യോഗസ്ഥർ എല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. 15 ദിവസങ്ങൾ പിന്നിട്ടിട്ടും സന്തോഷ് കുമാർ ചുമതല ഏറ്റെടുക്കാതെ തിരുവനന്തപുരത്ത് തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് സർക്കാരിന്റെ പ്രത്യുപകാരം. ശാസ്താംകോട്ടയിലേക്ക് നിയമിച്ച സന്തോഷ് കുമാറിന് മാത്രം തലസ്ഥാനത്ത് സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറായി തുടരാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി. സർക്കാരിലുള്ള ഇദ്ദേഹത്തിന്റെ സ്വാധീനമാണ് അനുമതിക്ക് പിന്നിലെന്നാണ് സൂചന. കേരള സർവകലാശാലയിലെ ഗവർണർ SFI പോരിൽ പോലീസ് പിടികൂടി ജീപ്പിൽ കയറ്റിയ SFI പ്രവർത്തകരെ ജീപ്പിൽ നിന്ന് ഇറക്കിവിട്ടത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതും വിവാദമായിരുന്നു. ഉദ്യോഗസ്ഥനെതിരെ അന്ന് വിമർശനമുണ്ടായെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിന് പ്രത്യുപകാരമായാണ് സന്തോഷ് കുമാറിന് വീണ്ടും തലസ്ഥാനത്ത് തുടരാനുള്ള അനുമതി ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് സ്ഥിരമായി ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ല വിട്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥലമാറ്റം നൽകണമെന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം അട്ടിമറിച്ചാണ് ഇപ്പോൾ സർക്കാർ പ്രത്യേക പരിഗണന സന്തോഷ് കുമാറിന് നൽകിയിരിക്കുന്നത്. വിനീഷ്, ജനം, തിരുവനന്തപുരം.